وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതവും മഹത്തരമാക്കപ്പെട്ട ഈ സുദിനത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ രണ്ടു വാക്ക് സംസാരിക്കുവാൻ എനിക്ക് വിധി എഴുതിയ സർവശക്തനെ ആദ്യമായി ഞാൻ സ്തുതിക്കട്ടെ. അൽഹംദുലില്ലാഹ്. ഈ പുണ്യമാക്കപ്പെട്ട ദിനത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ രണ്ടു വാക്ക് സംസാരിക്കാൻ എനിക്ക് വിധി എഴുതിയ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഞാൻ സ്തുതിക്കട്ടെ. അൽഹംദുലില്ലാഹ്. ഈ പുണ്യമാക്കപ്പെട്ട ദിനത്തിൽ എത്ര തന്നെ പറഞ്ഞാലും മതിവരാത്ത തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹകളിൽ നിന്ന് ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. സൂര്യനും ചന്ദ്രനും അടക്കം കോടാനും കോടി നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും വെട്ടിത്തിളങ്ങുന്ന അത്ഭുതകരമായ ഈ ലോകത്തിന്റെ സൃഷ്ടിപ്പിന് പോലും കാരണമായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ മുത്തറസൂലിനെ സ്നേഹിക്കാതെയും പാടുകൾ പിൻപറ്റാതെയും എങ്ങനെയാണ് നമുക്ക് ജീവിക്കാൻ കഴിയുക? കാരണം എന്നെയും എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളുടെയും ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങളുടെയും സൃഷ്ടിപ്പിന് പോലും കാരണമായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നു, ലൗലാ കലിമാ ഖലഖത്തുൽ അഹ്ലാഖ്. നബിയെ, അങ്ങില്ലായിരുന്നെങ്കിൽ നാം ഈ ലോകത്തെ പോലെ സൃഷ്ടിക്കുകയില്ലായിരുന്നു എന്നാണ് സഹോദരങ്ങളെ. അവസാനം ലോകത്തോട് വിട പറയുന്ന സമയത്ത് പോലും ഉമ്മത്തി ഉമ്മത്തി എന്ന് മന്ത്രിച്ച് പറഞ്ഞ മുത്തു റസൂലിനെ സ്നേഹിക്കാൻ നാം ഓരോരുത്തരുടെയും ബാധ്യതയാണ്. മഹ്ശറാൻ സഭയിൽ കത്തിച്ചൊലിക്കുന്ന സൂര്യന് മുന്നിൽ വിയർപ്പിൽ കുളിച്ചു നിൽക്കുന്ന മനുഷ്യർ ആദം നബി അലൈഹിസ്സലാം മുതൽ ഉള്ള സർവ്വ നബിമാരുടെയും സന്നിധിയിൽ ചെന്നുകൊണ്ട് രക്ഷ ആവശ്യപ്പെടുമ്പോൾ അവർക്കെല്ലാം രക്ഷകനായി എത്തുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമായിരിക്കും. സത്യം നമ്മെ കൂടുതൽ ആവശ്യകരുതരാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.